സഹോദരന്മാരെ, സഹപ്രവർത്തകരെ, സ്നേഹിതരെ, നീണ്ട പല പ്രസംഗങ്ങളും കഴിഞ്ഞു. രാഷ്ട്രീയ കാര്യങ്ങൾ മുഴുവൻ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഞാനും കൂടി ഇനി ആ വിധത്തിൽ നിങ്ങളോട് സംസാരിച്ചാൽ നിങ്ങൾ കൂടുതൽ ക്ഷീണിക്കാൻ സാധ്യതകളുണ്ട്. ഞാനതിലേക്ക് കടക്കുന്നില്ല. എനിക്ക് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യം ഒരു നിവേദനമാണ്. തിരുവനന്തപുരക്കാരോട് പറയാനുള്ള പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ശബരിമല. ആ ശബരിമലയിൽ വിശ്വാസം തകർക്കപ്പെടുന്ന സാഹചര്യം മേലിൽ കേരളത്തിൽ ഉണ്ടാവാതിരിക്കാൻ ആ ശബരിമല ഉൾപ്പെട്ട പ്രദേശം കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുക്കണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. കാരണം ഈ കേരളത്തിൽ അധികം താമസിയാതെ BJPയുടെ കൈകളിലേക്ക് ഈ ഭരണം വരും എന്ന് വിചാരിച്ചാലും ഇവിടെ നാസ്തികന്മാരുടെ കൈകളിൽ കുറേയേറെ കാര്യങ്ങൾ ഇരിപ്പുണ്ട്. ആ നിലയ്ക്ക് അവർ വീണ്ടും ആ വിശ്വാസത്തെ തകർക്കാനും 10 വയസ്സിനും 52 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ പ്രവേശിക്കാൻ പാടില്ലാത്ത ശബരിമല ശാസ്താവിൻ്റെ സന്നിധാനത്തിലേക്ക് പ്രത്യേകിച്ച് ഉടുവസ്ത്രം പോലും ഉപയോഗിക്കാൻ മടിക്കുന്ന ആ സ്ത്രീകളെ ഇനിയും പിണറായി വിജയനെ പോലുള്ള ആളുകൾ കയറ്റിക്കൊണ്ട് പോകാൻ സാധ്യതയുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ ശല്യം ഒഴിവാകും. അത് ചെയ്യണം. അതിനുവേണ്ടി നമുക്ക് ഒന്നിച്ച് നിൽക്കണം എന്നാണ് വിനയ പുരസ്സരം എനിക്ക് പറയാനുള്ളത്. മറ്റൊരു കാര്യം, ഒരു 15 വർഷത്തിന് മുമ്പ് കേരള നിയമസഭയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. കേരള ഹൈക്കോടതിയുടെ ഒരു ബെഞ്ചെങ്കിലും ഈ തിരുവനന്തപുരത്ത് സ്ഥാപിക്കണം. ഞാനത് വെറുതെ പറഞ്ഞതല്ല. ഞാനത് പറഞ്ഞപ്പോൾ അന്ന് ഗവൺമെൻറ് പറഞ്ഞ മറുപടി, നമ്മുടെ ഭരണ സംവിധാനത്തിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരവും നിയമ സംവിധാനത്തിൻ്റെ ആസ്ഥാനം എറണാകുളവുമാണ്. അത് മധ്യമാണ്. ഞാനന്ന് ചോദിച്ചു, എന്നാൽ തൃശ്ശൂരാക്കണ്ടേ? ഏകദേശം മധ്യമാക്കിയാണെങ്കിൽ തൃശ്ശൂരാക്കണം. തർക്കം ഉണ്ടായതാണ്. അപ്പോൾ പറഞ്ഞത്, ഗവൺമെൻറ് പറഞ്ഞ മറുപടി, ഇവിടെ നിന്ന് കോടതി ഇനിയൊരു ബെഞ്ച് വരുന്നെങ്കിൽ കൂടുതൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമുക്കത് വേണ്ടെന്ന് വെക്കാം. അങ്ങനെയാണ് വഴക്കെന്ന് അവസാനിച്ചത്. പക്ഷെ ഇപ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇപ്പോഴിരിക്കുന്ന ആസ്ഥാനത്ത് നിന്ന് മാറി ഒരു 10-15 കിലോമീറ്റർ അകലെ കൊണ്ടുപോയി 100 ചില്ലുവാനം കോടി രൂപ മുതൽ മുടക്കി ഒരു കോടതി ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുകയാണ്, കെട്ടിടം പണിയാൻ. അങ്ങനെയെങ്കിൽ ആ ചെലവ് ഒഴിവാക്കിക്കൊണ്ട് ഒരു ഹൈക്കോടതിയുടെ ഒരു 2 ബെഞ്ച് ഈ തിരുവനന്തപുരത്ത് സ്ഥാപിച്ചാൽ ഒരു 400 കോടി രൂപ സംസ്ഥാന ഖജനാവിലേക്ക് ലാഭം ഉണ്ടാവുന്ന കാര്യത്തിൽ എനിക്ക് സംശയമില്ല. ഇവിടുന്ന് ഉദ്യോഗസ്ഥന്മാരും മന്ത്രിമാരും കെട്ടിപ്പെറുക്കി പോവുകയാണ് എറണാകുളത്തിന്. എല്ലാ ദിവസവും ട്രെയിനെ നോക്കിക്കോളൂ. ഫയലും ചുമന്നുകൊണ്ടുള്ള പോക്കാ തിരുവനന്തപുരത്ത് നിന്ന് എറണാകുളത്തിന്. വല്ല ഗുണമുണ്ടോ? ആ പോക്കെല്ലാം അവസാനിപ്പിക്കും. 2 ജഡ്ജിമാർ മാത്രം ഇവിടെ വന്നാൽ ആ പ്രശ്നം തീരുകയാണ്. ആ കാര്യവും തിരുവനന്തപുരംകാരൊന്ന് ചർച്ച ചെയ്യുന്നത് നന്നായിരിക്കും എന്ന അഭിപ്രായം കൂടി ഞാൻ രേഖപ്പെടുത്തുന്നു. സുഹൃത്തുക്കളെ, ഞാൻ ദീർഘമായിട്ടൊന്നും പറയുന്നില്ല. കാരണം രാഷ്ട്രീയ കാര്യങ്ങൾ ഒരു കാര്യം, ഞാൻ സമയമില്ല, അത് ഇനിയും പ്രസംഗമുണ്ട്. അത് തന്നെയല്ല, ഇങ്ങനെ മോദിക്ക് വരാൻ പോവുക. നിങ്ങളെല്ലാവരും ഒരു കാര്യം ശ്രദ്ധിക്കണം. 14 ജില്ലയിലും യാത്ര നടത്തി 14ാമത്തെ ജില്ലയായ തിരുവനന്തപുരത്തേക്ക് BJPയുടെ ബഹുമാന്യായ പ്രസിഡന്റ് സുരേന്ദ്രൻ എത്തി നിൽക്കുകയാണ്. ആ യാത്ര നടത്തിയ സുരേന്ദ്രനും ആ യാത്രയിൽ പങ്കെടുത്ത നേതാക്കന്മാർക്കും അഭിവാദ്യങ്ങളും നന്ദിയും അർപ്പിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട്. അത് നിങ്ങൾ ചെയ്യണം. അഭിവാദ്യങ്ങൾ അർപ്പിക്കാൻ നിങ്ങൾ സന്മനസ് കാണിക്കണം എന്നാണ് എൻ്റെ ഒരഭ്യർത്ഥന. കാരണം ആ യാത്രയിലൂടെ കേരളത്തിൽ വന്നിരിക്കുന്ന മാറ്റം, കേരളത്തിൽ BJPക്ക് അനുകൂലമായി വന്നിരിക്കുന്ന മാറ്റം അത്ഭുതാവഹമാണെന്ന് ഒരു നിഷ്പക്ഷമായ കാഴ്ചപ്പാടുകൂടി പറയാൻ എനിക്ക് കഴിയും. നരേന്ദ്രമോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രിയായപ്പോൾ, ഞാനെനിക്ക് കടക്കുന്നില്ല, സമയമില്ല, ഒരു സംശയമില്ല, 5ാമത്തെ സാമ്പത്തിക ശക്തിയാണെന്ന് നിങ്ങൾ പറയുന്നു.
പക്ഷേ 2 അല്ലെങ്കിൽ 3 വർഷത്തിനകം ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയായി മോദിജിയുടെ ഇന്ത്യ രാജ്യം മാറാൻ പോവുകയാണ്. അവിടാണ് പ്രധാനപ്പെട്ട കാര്യം. ആ നിലയ്ക്ക് തിരുവനന്തപുരത്തെ ആളുകളോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങൾ എന്തിന് വേറെ കൊണ്ട് വല്ലയിടത്ത് വോട്ട് ചെയ്യുന്നു? ആ BJPയുടെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്താൽ പോരെ? നിങ്ങൾ വോട്ട് ചെയ്യുന്ന ആള് ആ ഡൽഹിയിൽ പോയിട്ട് റോഡിൽ കൂടെ ചുമ്മാ നടക്കുന്നതല്ലാതെ വല്ല കാര്യം ചെയ്യുന്നുണ്ടോ? ചെയ്യാൻ പറ്റുമോ? ആര് ശ്രദ്ധിക്കാൻ? മോദിക്ക് പിന്തുണ കൊടുക്കുന്ന ഒരു സ്ഥാനാർത്ഥി തിരുവനന്തപുരത്ത് ജയിച്ച് MP ആയി ചെന്നാൽ ഈ തിരുവനന്തപുരത്തിനും കേരളത്തിനും കിട്ടാൻ പോകുന്ന മാറ്റങ്ങൾ എത്ര വലുതാണെന്ന് നിങ്ങൾ ചിന്തിക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചതുകൊണ്ടായില്ല. നിങ്ങളുടെ അയൽവാസികളെ കൊണ്ട് ചിന്തിപ്പിക്കാൻ, നിങ്ങളുടെ അയൽവാസികളും ബന്ധുമിത്രാദികളും ആയിട്ടുള്ള മുഴുവൻ ആളുകളെ കൊണ്ടും BJPയുടെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി ചിന്തിപ്പിക്കാനും ആ വോട്ടുകൾ മുഴുവൻ നമ്മുടെ അനുകൂലമാക്കി മാറ്റി ഈ പ്രാവശ്യം തിരുവനന്തപുരത്തും നമ്മുടെ ഒരു MP ഉണ്ടാകാനുള്ള ഉറച്ച തീരുമാനത്തോടു കൂടി നിങ്ങൾ പുറകോട്ട് പോയി ഇന്ന് വീട്ടിലേക്ക് പോകാവൂ എന്ന് വിനയപ്രസന്ന ഞാൻ അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ സുരേഷ് ഗോപി വന്നിട്ടുണ്ട്. ഇവിടെ വിജയം ഉറപ്പിച്ച സ്ഥാനാർത്ഥിയാണ് സുരേഷ് ഗോപി, നിങ്ങൾ സംശയിക്കണ്ട. വളരെ ഇന്ന് സുരേഷ് ഗോപി ഇച്ചിരി കറുത്തിട്ടുണ്ട്, ജോലി ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പാണ്. നല്ലോണം ഓടി ജോലി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് ഇച്ചിരി കറുത്തിട്ടുണ്ട്. അങ്ങനെയാട്ടെ, അല്പം കറുത്തോട്ട് കുഴപ്പമില്ല. നമുക്ക് ആ തൃശ്ശൂർ പിടിക്കണമെന്ന് മാത്രമല്ല, ഞാൻ 1 മാസത്തിന് മുമ്പ് പറഞ്ഞ കാര്യം മാത്രം ഞാനിവിടെ സൂചിപ്പിക്കുന്നു. ചുരുങ്ങിയത് 5ൽ കൂടുതൽ MPമാർ ഈ കേരളത്തിൽ നിന്നും നരേന്ദ്രമോദിജിക്ക് കൈപൊക്കാനുണ്ടാവും എന്നതിൽ എനിക്കൊരു സംശയവുമില്ല. അപ്പം പത്രക്കാർക്ക് ഒരു സംശയം, ഏതൊക്കെയാണ് ഈ 5? ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ ബഹളം വെക്കണ്ട. ആ 5 ഏതാന്ന് ഞാൻ പറഞ്ഞാൽ 5-ാമത്തല്ല ഞാൻ പറഞ്ഞ 5ൽ കൂടുതൽ എന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ പേര് പറയാൻ പറ്റില്ല. അങ്ങനെ പറഞ്ഞാൽ മറ്റുള്ളവർക്ക് നിൽക്കുന്ന സ്ഥാനാർത്ഥി വെറുതെയാവില്ലേ? അവിടെ അത് പറയുന്നില്ല. നിങ്ങൾ ധൈര്യമായി പൊക്കോളൂ. 5ൽ കൂടുതൽ MPമാരെ നമുക്ക് ലഭിക്കുന്ന സാഹചര്യം ഈ കേരളത്തിലുണ്ടാവും. നിങ്ങളെല്ലാവരും, നിങ്ങൾ ഇവിടെ മാത്രമല്ല, തിരുവനന്തപുരത്ത് മാത്രമല്ല, തിരുവനന്തപുരത്തുള്ള നിങ്ങൾ, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ ഈ കേരളത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ, ഇന്ത്യയുടെ ഏതെല്ലാം ഭാഗങ്ങളിലുണ്ടോ, അവിടെ എല്ലാം ഫോണിലൂടെയാണെങ്കിലും ബന്ധപ്പെട്ട് BJP സ്ഥാനാർത്ഥിയെ വിജയിപ്പിക്കണം, വോട്ട് ചെയ്യണം എന്ന് നിങ്ങൾ അഭ്യർത്ഥിക്കണം. നിങ്ങളുടെ പ്രവർത്തനമാണത്. നിങ്ങൾ പ്രവർത്തകരാണ്, നമ്മളെല്ലാവരും പ്രവർത്തകരാണ്. ഞാൻ ഫോണിൽ വിളിച്ച് പറയാറുണ്ട്. അതുകൊണ്ട് പറയുന്നു, നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബന്ധുമിത്രാദികൾ എവിടൊക്കെയുണ്ടോ, ഇന്ത്യ രാജ്യത്ത് എവിടൊക്കെയുണ്ടോ, അവിടെയെല്ലാം മോദിജിക്ക് അനുകൂലമായി വോട്ട് ചെയ്യാൻ നിങ്ങൾ നിർബന്ധിക്കണം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയക്കുറവുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. നന്ദി. അതോടൊപ്പം ഒറ്റ വാക്ക്, കേരള ജനപക്ഷം പാർട്ടിയുടെ പ്രവർത്തകർ ഇന്നലെ പ്രവർത്തകരായിരുന്നു ഇവിടെയുണ്ട്. അവരെല്ലാം ഇനി BJPയുടെ പ്രവർത്തകരാണ്. ഇനി മേലിൽ ജനപക്ഷം എന്നൊരു സ്ഥാപനം ഉണ്ടാവില്ല. ഇലക്ഷൻ കമ്മീഷൻ ഞാൻ എഴുതി കൊടുക്കുന്നില്ല, കൊടുത്താൽ അത് വല്ലവരും കൊണ്ടുപോയെങ്കിൽ പിന്നെ അതും കൂടി ചാടി വരും. അതെന്താണ് ഇപ്പോൾ പറയുന്നില്ല. ഏതായാലും ഇല്ല എന്നറിഞ്ഞുകൊണ്ട് മുഴുവൻ പ്രവർത്തകരും കേരളത്തിലെ BJPയോടൊപ്പം സജീവ രാഷ്ട്രീയത്തിൽ ഇറങ്ങണം എന്നുകൂടി അവരെ ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ വളരെ സന്തോഷത്തോടു കൂടി നന്ദി അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. കേരള പദയാത്രയുടെ ഈ സമാപന സമ്മേളനത്തിൽ അടുത്തതായി നമ്മോട് സംസാരിക്കുന്നത് BJPയുടെ ദേശീയ ഉപാധ്യക്ഷൻ ശ്രീ AP അബ്ദുള്ളക്കുട്ടി അവർകളാണ്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. വേദിയിലും സദസ്സിലും ഉപവിഷ്ടായിരിക്കുന്ന നേതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം ഒരു ചരിത്രം സൃഷ്ടിച്ചിട്ടുണ്ട്. (2019) വോട്ടെണ്ണൽ നടന്നപ്പോൾ ആദ്യം ഫലം പുറത്തു വന്നത് പോസ്റ്റൽ വോട്ടിൻ്റെ റിസൾട്ടായിരുന്നു. പോസ്റ്റൽ വോട്ട് എന്ന് വെച്ചാൽ ഉദ്യോഗസ്ഥർ ചെയ്യുന്ന വോട്ടാണ്. നല്ല വിദ്യാഭ്യാസവും വിവരവുമുള്ള
പ്രൊഫഷണലായിട്ടുള്ള ആളുകളുടെ വോട്ടാണ് എണ്ണിയത്. തിരുവനന്തപുരത്ത് മാത്രമല്ല, പത്തനംതിട്ടയിലും പോസ്റ്റൽ വോട്ടിന്റെ റിസൾട്ട് വന്നപ്പോൾ അവിടെ വിജയിച്ചത് താമര ചിഹ്നമായിരുന്നു എന്ന് അഭിമാനത്തോടുകൂടി നമ്മൾ ഓർക്കുക. ഇത് കാണിക്കുന്നത് തിരുവനന്തപുരവും പത്തനംതിട്ട മാത്രമല്ല, കേരളം മുഴുവൻ മാറി ചിന്തിച്ചു തുടങ്ങിയെന്നാണ്. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണം ഞാൻ നിങ്ങളുടെ മുമ്പിൽ പങ്കുവെക്കാം. ഈ സമീപകാലത്ത് നമ്മുടെ KSRTCയിലും അതുപോലെ തന്നെ KSEBയിലും നടന്നിട്ടുള്ള റഫറൻഡം പരിശോധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, BMSനും സംഘപരിവാർ കുടുംബത്തിനും അനുകൂലമായിട്ടുള്ള വലിയ മുന്നേറ്റമാണ്. അത് കാണിക്കുന്നത് ഈ കേരളത്തിലെ ഉദ്യോഗസ്ഥർ മാത്രമല്ല, അടിസ്ഥാന വർഗവും തൊഴിലാളി വർഗവും ഈ ദേശീയ പ്രസ്ഥാനത്തിനൊപ്പം NDAക്കൊപ്പം വരുന്നു എന്നതിൻ്റെ നല്ല പ്രകടമായ സൂചനയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു സംഗതി, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ എക്കാലത്തെയും മഹാനായ നേതാവ് AK ഗോപാലൻ ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഇന്ത്യൻ കോഫി ഹൗസ്. നിരവധി ശാഖകൾ കേരളത്തിലുണ്ട്. സാധാരണ ജനങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു റെസ്റ്റോറൻ്റാണ്. ഈ സമീപകാലത്ത് കേരളത്തിലെ കോഫി ഹൗസുകളിൽ അവിടുത്തെ യൂണിയൻ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ നമ്മെ ഞെട്ടിച്ചു. അവിടെ ഈ സംഘപരിവാർ പ്രസ്ഥാനത്തിന് അനുകൂലമായിട്ടുള്ള മഹാമുന്നേറ്റമുണ്ടായി. ഇത് കേരള രാഷ്ട്രീയം പതുക്കെ മാറിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ലക്ഷണമാണ്. ഉദ്യോഗസ്ഥർ മുതൽ സാധാരണ റെസ്റ്റോറൻറ്റിലെ സാധാരണ തൊഴിലാളികൾ വരെ അവരെ ഉള്ളിൻ്റെ ഉള്ളിൽ ഈ നരേന്ദ്രമോദിയുടെ ദേശീയതയ്ക്കൊപ്പം ചേരുന്നു എന്നുള്ള വളരെ കൃത്യമായ സൂചനയാണ് കേരള രാഷ്ട്രീയത്തിൽ കാണുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് K സുരേന്ദ്രന്റെ ജാഥ കാസർഗോഡ് നിന്ന് പുറപ്പെട്ടു. ആ ജാഥയിൽ പല ജില്ലകളിലും പോയതാണ്. ആ ജാഥയിലെ ഏറ്റവും വലിയ ഒരു പ്രയാസം എന്തായിരുന്നു എന്നറിയാം? സമയം കളഞ്ഞത്, അല്ലെങ്കിൽ സമയമെടുത്തത്, കളഞ്ഞത് എന്ന് പറഞ്ഞ് തെറ്റിപ്പോയി. സമയമെടുത്തത് എന്താണെന്ന് വെച്ചാൽ, പുതുതായി നിരവധി ആളുകൾ BJPയിലേക്ക് കടന്നു വരികയും അവരെ ഷാളിട്ട് സ്വീകരിച്ച് നമ്മുടെ ജാഥാ ലീഡറുടെ കൈ കടഞ്ഞുപോയി എന്ന് അദ്ദേഹം എന്നോട് പറയുകയുണ്ടായി. ആ വിധത്തിലുള്ള വലിയ രാഷ്ട്രീയ മാറ്റമാണ് നടക്കുന്നത്. ജാഥയുടെ ഒരു ഘട്ടത്തിൽ K സുരേന്ദ്രന് പെട്ടെന്ന് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഡൽഹിയിൽ ഒരു യോഗത്തിന് പോകേണ്ടി വന്നതുകൊണ്ട് മലപ്പുറത്തെ ജാഥയിൽ ഒരു ദിവസം എനിക്ക് പങ്കെടുക്കേണ്ടി വന്നു. നിങ്ങൾക്കറിയാം, ഈ പ്രസ്ഥാനത്തിൽ വന്ന ഉടനെ ഒരു ഉപതെരഞ്ഞെടുപ്പിൽ മലപ്പുറത്ത് മത്സരിക്കേണ്ടി വന്ന ഒരാളാണ് ഞാൻ. അന്ന് സ്ഥാനാർത്ഥിയായി മലപ്പുറം ടൗണിലൂടെ കൈവീശി നടന്നപ്പോൾ ഇങ്ങോട്ട് കൈവീശാൻ ആരും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇക്കുറി കേരള യാത്രയിൽ മലപ്പുറത്ത് കൂടെ ടാറ്റ പറഞ്ഞ് നടക്കുമ്പോൾ അവിടുത്തെ തട്ടമിട്ട ഉമ്മക്കുട്ടികൾ പോലും ഈ ജാഥയെ നോക്കി ടാറ്റ പറയുന്ന പ്രകടമായ രാഷ്ട്രീയ മാറ്റം എൻ്റെ അനുഭവമാണ്. നിങ്ങൾക്ക് ആ ജാഥയുടെ വീഡിയോ ദൃശ്യങ്ങൾ കണ്ടാൽ മനസ്സിലാക്കും. അപ്പൊ കേരള രാഷ്ട്രീയം NDA വിജയിപ്പിക്കാൻ, BJPയെ വിജയിപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ചില അടിസ്ഥാനപരമായ സൂചനകൾ എന്ന് ഞാൻ ആമുഖമായി പറയുകയാണ്. മറ്റൊന്ന്, ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് നാരീശക്തിയാണ്. നരേന്ദ്രമോദിയുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ മുഴുവൻ വിശകലനം ചെയ്താൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നരേന്ദ്രമോദി സ്ത്രീകളുടെ അമ്മമാരുടെ മനസ്സ് കീഴടക്കിയതാണ്. ആ ക്ഷേമ പദ്ധതികളിലേക്കൊന്നും ഞാൻ ഈ സന്ദർഭത്തിൽ വിസ്താര ഭയം കൊണ്ട് വിശദീകരിക്കുന്നില്ല. പ്രിയപ്പെട്ടവരെ, അതിലൊന്ന് പറയാം, അദ്ദേഹത്തിൻ്റെ ഒരു വലിയ കണ്ടെത്തലാണ് നമ്മുടെ ഇന്ത്യയിലെ പാവപ്പെട്ട സ്ത്രീകൾ, ഗ്രാമീണ സ്ത്രീകൾ. അവർക്ക് ആർത്തവമുണ്ടാകുമ്പോൾ അവർ ജോലിക്ക് പോകില്ല, അവർ കല്യാണത്തിന് പോകില്ല, വീട്ടിൽ നിന്ന് പുറത്തു പോകില്ല. അവർക്കൊരു നാപ്കിൻ വാങ്ങാൻ പോലും 1 രൂപക്ക് സ്ത്രീകൾക്ക് സാനിറ്ററി നാപ്കിൻ കൊടുത്തതാണ് എനിക്ക് തോന്നുന്നത് ഒരുപക്ഷെ നരേന്ദ്രമോദി ചെയ്തിട്ടുള്ള ഏറ്റവും വലിയ ക്ഷേമ പ്രവർത്തനമെന്ന് അഭിമാനത്തോടു കൂടി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ അദ്ദേഹത്തിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾ കുളിർമഴയായി പെയ്തിറങ്ങിയിട്ടുണ്ട്. അതിന്റെ ആനുകൂല്യങ്ങൾ കിട്ടിയവർ
ഈ കേരളത്തിലുണ്ട്, നമ്മുടെ നാട്ടിലെ വീടുകളിലുണ്ട്, നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുണ്ട്. ഇപ്പം കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട വിഭാഗമാണ് കൃഷിക്കാർ. ആ കൃഷിക്കാരുടെ അവസ്ഥ എന്തായിരുന്നു? എൻ്റെ ബാപ്പ നല്ലൊരു കൃഷിക്കാരനായിരുന്നു. അദ്ദേഹം നെല്ല് മാത്രമല്ല, എള്ളും ഉഴുന്നും ഒക്കെ കൃഷി ചെയ്യുന്ന ഒരാളായിരുന്നു. എന്നും തെരഞ്ഞെടുപ്പ് സീസണിൽ വീട്ടിൽ വരുന്ന ആളുകളുടെ പാർട്ടിക്കാരുടെ മുഖത്ത് നോക്കി എൻ്റെ പിതാവ് പറയുന്നത് ഞാൻ കുഞ്ഞുനാളിൽ കേട്ടിട്ടുണ്ട്, എടോ നിങ്ങൾ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റും മാറി മാറി ഭരിച്ചിട്ട് ഞങ്ങൾ കൃഷിക്കാർക്കൊരു നയാ പൈസ തന്നില്ലല്ലോ. എൻ്റെ വാപ്പ ഇന്ന് ജീവിച്ചിരിപ്പില്ല. ആ കൃഷിക്കാരന്റെ ഉള്ളിത്തട്ടിയ ചോദ്യത്തിനുള്ള മറുപടിയാണ് നരേന്ദ്രമോദിയുടെ ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാം കൃഷി സമ്മാൻ നിധി. ഒരു വർഷം 6000 രൂപ കൃഷിക്കാരുടെ അക്കൗണ്ടിൽ എത്തുന്നു. അവസാനത്തെ ഗഡു കൂടി കൂട്ടിയാൽ 34,000 രൂപ കൃഷിക്കാരുടെ അക്കൗണ്ടിൽ എത്തി നിൽക്കുന്നു. ഈ കേരളത്തിൽ മാത്രം 23 ലക്ഷം കൃഷിക്കാർക്ക് അതിന്റെ ആനുകൂല്യം കിട്ടിയിട്ടുണ്ട്. ഞാൻ ഈ തിരുവനന്തപുരത്ത് നിന്ന് പറയട്ടെ, തിരുവനന്തപുരത്ത് ലോകസഭ ഉൾപ്പെടെ ജയിക്കാൻ ആ കൃഷി സമ്മാൻ കിട്ടിയ കൃഷിക്കാരുടെ പ്രാർത്ഥന മാത്രം മതി. നമ്മൾ കുറച്ച് പ്രവർത്തിച്ചാൽ മതി, വീടുകളിൽ കയറി പറഞ്ഞാൽ മതി. തീർച്ചയായും ഇവിടെ നമുക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കും. നരേന്ദ്രമോദിയുടെ മറ്റൊരു ക്ഷേമ പദ്ധതിയിലേക്ക് ഞാൻ നിങ്ങളെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, സാധാരണ നമ്മുടെ ഡൽഹിയിലെ ചില മാധ്യമ പ്രതിഭകൾ അല്ലെങ്കിൽ മാധ്യമ പ്രമാണിമാർ പറയാറുണ്ട്, ഇത് അല്ലെങ്കിൽ രാഹുൽ ഗാന്ധി പറഞ്ഞൊരു പൊട്ടത്തരമുണ്ട്, ഇത് സൂട്ട് ബൂട്ട് സർക്കാരാണ്. നരേന്ദ്രമോദിയെ കളിയാക്കിക്കൊണ്ട് അവർ പറഞ്ഞിരുന്നു. അവര് പറയാറുണ്ട് അദാനിയുടെ സർക്കാരാണ്, അംബാനിയുടെ സർക്കാരാണ്. ഞാൻ അവരോട് പറയട്ടെ, നരേന്ദ്രമോദിയുടെ ഒരു ക്ഷേമ പദ്ധതി നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? അതാണ് പ്രധാനമന്ത്രി തെരുവ് കച്ചവടക്കാർക്കുള്ള സ്കീം, പ്രധാനമന്ത്രി സ്വാനിധി സ്കീം. ആ സ്വാനിധി സ്കീം നമ്മുടെ നാട്ടിലെ തെരുവ് കച്ചവടക്കാർക്കുള്ള സഹായമാണ്. അവർക്ക് യാതൊരു ജാമ്യവും വേണ്ട, കൊളാട്രൽ സെക്യൂരിറ്റി വേണ്ട. ആദ്യം 10,000 രൂപ കൊടുക്കും, പിന്നീട് അത് കൃത്യമായി അടച്ചാൽ പലിശയില്ല 20,000 കൊടുക്കും, പിന്നെ 50,000 കൊടുക്കും. അങ്ങനെ ആനുകൂല്യം കിട്ടിയവർ ഇന്ത്യയിൽ 55 ലക്ഷം തെരുവ് കച്ചവടക്കാരാണ്. ആ തെരുവ് കച്ചവടക്കാരെ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ട് പറയുന്നു, രാഹുൽ നിങ്ങൾ മനസ്സിലാക്കണം, നരേന്ദ്രമോദി ഗവൺമെന്റ് അദാനിയുടെ സർക്കാരല്ല, അംബാനിയുടെ സർക്കാരല്ല, തെരുവിൽ കച്ചവടം ചെയ്യുന്ന പാവപ്പെട്ടവരുടെ സർക്കാരാണ്. ആ പാവപ്പെട്ടവരുടെ പ്രാർത്ഥന മാത്രം മതി നരേന്ദ്രമോദി മൂന്നാമതും അധികാരത്തിൽ വരാൻ. ഇങ്ങനെ എത്ര ക്ഷേമ പദ്ധതികളാണ്. നരേന്ദ്രമോദിയുടെ ഏറ്റവും വലിയ ആകർഷകം എന്ന് പറയുന്നത് ക്ഷേമ പ്രവർത്തനം മാത്രമല്ല, വികസന പ്രവർത്തനങ്ങൾ. വികസന പ്രവർത്തനങ്ങൾ നിങ്ങൾ നോക്കൂ. ഇന്നലെ കേരളത്തിൽ നരേന്ദ്രമോദി ഒരുപാട് വികസന പദ്ധതികൾ റെയിൽവേയിൽ പ്രഖ്യാപിച്ചു. ഞാൻ ഫറൂഖ് റെയിൽവേ സ്റ്റേഷനിൽ പങ്കെടുത്തു. അവിടെ 7 കോടിയുടെ ഒരു നവീകരണ പ്രവർത്തനം നടക്കുകയാണ്. എനിക്ക് തോന്നുന്നത് കേരളത്തിൽ 10 റെയിൽവേ സ്റ്റേഷൻ കൂടി പുതിയ എയർപോർട്ട് മോഡൽ പരിഷ്കരിക്കുകയാണ്. പക്ഷേ അതിൽ എനിക്ക് ഉള്ളിത്തട്ടിയ എന്താണെന്നറിയോ? നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ റെയിലുമായി ബന്ധപ്പെട്ട ഒരു തടസ്സം എന്താണെന്നറിയോ? റെയിൽവേ ഗേറ്റ് ആണ്. റെയിൽവേ ഗേറ്റ് പൂട്ടിയാൽ അതിന്റെ മുമ്പിൽ ട്രാഫിക് കുരുക്കപ്പെട്ട് വിയർത്തൊലിച്ച് ശ്വാസം മുട്ടി നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവർക്ക് ആശ്വാസമായി കേരളത്തിൽ നരേന്ദ്രമോദി 51 റെയിൽവേ ഗേറ്റുകൾ അവിടെ ഫ്ലൈ ഓവർ ഉണ്ടാക്കുന്നു, അണ്ടർപാസുകൾ ഉണ്ടാക്കുന്നു. ഇതുപോലുള്ള വികസന പദ്ധതികൾ ഇന്ത്യയിൽ റെയിൽവേ രംഗത്ത് മാത്രം കൊണ്ടുവരുന്നത് ഏകദേശം 41,000 കോടി രൂപയുടേതാണ്. നരേന്ദ്രമോദി സാധാരണ പ്രസംഗിക്കാറുണ്ട്. അദ്ദേഹം 2 വർഷം മുമ്പ് കൊച്ചിയിൽ റിഫൈനറിയുടെ ഒരു പദ്ധതിക്ക് വന്നപ്പോൾ പ്രസംഗിച്ചിരുന്നു. അദ്ദേഹം പറഞ്ഞു, മൈ റിലീജിയൻ ഈസ് ഡെവലപ്മെന്റ്, എൻ്റെ മതം ഡെവലപ്മെന്റ് ആണ് എന്ന് അദ്ദേഹം പറയാറുണ്ട്. പ്രിയപ്പെട്ടവരെ, 10 കൊല്ലത്തെ നരേന്ദ്രമോദിയുടെ വികസനം നിങ്ങളൊന്ന് നോക്കൂ. കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ പറയുന്നു, അദ്ദേഹത്തിന്റെ വികസനം ഓർമ്മിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പോളിംഗ് ബൂത്തിൽ ചെന്നാൽ നരേന്ദ്രമോദിയെ മറക്കാൻ സാധിക്കില്ല, നിങ്ങൾക്ക് NDA മറക്കാൻ സാധിക്കില്ല. നമ്മുടെ വികസനത്തെ സംബന്ധിച്ച് സാധാരണ നമ്മൾ പറയാറുണ്ട്, പെട്ടെന്ന് കാണുന്നതേ ജനങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. റോഡ് കേരളത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ 6 വരി പാത ദ്രുതഗതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നു. നമ്മുടെ പിണറായി വിജയനും മരുമോനും കൂടി നവകേരള യാത്ര പുറപ്പെട്ട് കണ്ണൂരെത്തിയപ്പം
ഒരു ചെറിയ പണിയൊപ്പിച്ചു. നമ്മുടെ മരുമോനും അമ്മോച്ചങ്ങ പിണറായി വിജയനും കൂടി ഈ 4 വരി കംപ്ലീറ്റ് ആയിട്ടുള്ള തലശ്ശേരി ബൈപ്പാസിന്റെ മുകളിൽ നിന്ന് ഒരു സെൽഫി എടുത്തിട്ട് ഇങ്ങനെ വെളുക്ക ചിരിച്ചിട്ട് സോഷ്യൽ മീഡിയയിൽ ഇട്ടു. എന്റെ മരുമോനെ, ഇത് നിന്റെ അമ്മോച്ചങ്ങാന്റെ വകയല്ല, അത് നമ്മുടെ പ്രിയപ്പെട്ട നരേന്ദ്രമോദിയുടെ, ഇവിടുത്തെ NDAയുടെ കേന്ദ്ര ഭരണത്തിന്റെ ഭാഗമാണ് കേരളത്തിൽ 6 വരി വികസന പാത നടക്കുന്നത്. മാത്രമല്ല, ഇന്ത്യയിൽ 10 വർഷത്തിനിടയിൽ 50,000 കിലോമീറ്ററാണ് എക്സ്പ്രസ് ഹൈവേകൾ നരേന്ദ്രമോദി സൃഷ്ടിച്ചിട്ടുള്ളത്. പെട്ടെന്ന് കാണുന്നത് റോഡാണ്. ഇനി എയർപോർട്ട്. നരേന്ദ്രമോദി അധികാരത്തിൽ വരുമ്പോൾ 74 എയർപോർട്ടുകളാണ് ഇന്ത്യയിൽ ഉണ്ടായത്. ഇന്ന് 145 എയർപോർട്ട് ഉണ്ട്. അവസാനത്തെ എയർപോർട്ട് വന്നിട്ടുള്ളത് അയോധ്യയിലാണ്. സാക്ഷാൽ മര്യാദ പുരുഷോത്തമന്റെ ശ്രീരാമ ജന്മഭൂമിയിൽ വാൽമീകി മഹർഷിയുടെ സ്മാരകമായി 145ാമത്തെ എയർപോർട്ട് വന്നിരിക്കുന്നു. ഈ കഴിഞ്ഞ ബഡ്ജറ്റിൽ നിർമ്മലാ സീതാരാമൻ പ്രഖ്യാപിച്ചത് 250 പുതിയ എയർപോർട്ടുകളാണ്. ഇന്ത്യ ഒരു സൂപ്പർ പവറായി മാറുമ്പോൾ ആ ഇന്ത്യക്ക് പറക്കണം, വലിയ വേഗതയിൽ പറന്നു നീങ്ങണം. അതിനുള്ള ഒരു വലിയ ഇൻഫ്രാസ്ട്രക്ചർ സൗകര്യമാണ് നരേന്ദ്രമോദി സൃഷ്ടിക്കുന്നതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഏറ്റവും അവസാനം നരേന്ദ്രമോദി കഴിഞ്ഞ ആഴ്ച ജമ്മു കാശ്മീരിൽ പോയി. ജമ്മുവിൽ അദ്ദേഹം ഒരു ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉദ്ഘാടനം ചെയ്തു. നിങ്ങൾ അറിയും അത് എത്രാമത്തതാണെന്ന്? 24ാമത്തെ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. മോദി അധികാരത്തിൽ വരുമ്പോൾ 1000-ലധികം രൂപക്ക് മരുന്ന് വാങ്ങിക്കണം. പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എല്ലാ അസുഖവും ഉണ്ട്. ആ മുത്തശ്ശി ഇടത്തരം കുടുംബത്തിലാണ്. പേരക്കുട്ടികളൊക്കെ സമ്പന്നരാണ്. പക്ഷേ മരുന്നിന്റെ പൈസക്ക് മുമ്പിൽ വിഷമിച്ച് നിൽക്കുന്ന ആ മുത്തശ്ശിക്ക് ഒരു ആശ്വാസമാണ് ഞങ്ങളുടെ ഗ്രാമത്തിൽ വന്നിട്ടുള്ള ജനൌഷധി. 9000ന്റെ മരുന്ന് ഒരു 1200 രൂപയ്ക്ക് കിട്ടിയപ്പോൾ ആ മുത്തശ്ശി നരേന്ദ്രമോദിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ ഉമ്മ പറഞ്ഞത്, എന്നും സന്ധ്യാനേരത്ത് പൂജാമുറിയിൽ ചെന്ന് ഈ മുത്തശ്ശി നരേന്ദ്രമോദിയുടെ ആയുരാരോഗ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ഞാൻ പറയുന്നു, ഇത്തരം മുത്തശ്ശിമാരുടെ പ്രാർത്ഥന മാത്രം മതി ഈ തിരുവനന്തപുരത്തിന്റെ ചരിത്രം തിരുത്തി കുറിച്ച് നമുക്ക് ജയിക്കാൻ. ഇവിടെ നിങ്ങൾ നോക്കൂ, സുരേന്ദ്രന്റെ ജാഥ, നമ്മുടെ ജാഥ ലീഡർ, NDAയുടെ ജാഥ ലീഡർ കെ സുരേന്ദ്രനാണ്. കെ സുരേന്ദ്രനാണ് യഥാർത്ഥത്തിൽ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്. എന്നാൽ നിങ്ങൾ കോൺഗ്രസിന്റെ ഒരു ജാഥ നടക്കുന്നുണ്ട്. ആ ജാഥയുടെ സ്ഥിതി എന്താണെന്നറിയോ? ഇന്നലെ പത്രസമ്മേളനം നടന്നില്ല, ഒരു ജാഥ ലീഡർ വരാത്തോണ്ട്. അവസാനം പത്രസമ്മേളനം പിരിച്ചുവിട്ടു. എന്താ സ്ഥിതി? 2 നേതാക്കന്മാരാണ്. നിങ്ങളറിയോ, ഈ KC വേണുഗോപാലിനെ കുറിച്ച് പറയുന്നത്, അവൻ എവിടെ ചെന്നാലും പഴയ നേതാക്കന്മാരൊക്കെ തുരത്തി ഓടിക്കും. ഡൽഹി ചെന്നു, എല്ലാവരും ഓടിച്ചു. അദ്ദേഹത്തിന്റെ കണ്ണിപ്പോ കേരളത്തിലേക്കാണ്. കേരളത്തിൽ സുധാകരനെയും VD സതീശനെയും തമ്മിലടിപ്പിക്കാൻ ഒരു ജാഥക്ക് ചരിത്രത്തിൽ ആദ്യമായി 2 നേതാവ് അവർ പല സ്ഥലത്തും വെച്ച് തമ്മിലടിച്ചു. അടിച്ച് പിരിഞ്ഞ് അവസാനം സുധാകരൻ കണ്ണൂർ ശൈലയിൽ മൈ എന്ന് പറഞ്ഞിട്ട് ഒരു ചീത്ത പറഞ്ഞത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. വളരെ ദയനീയമാണ് കോൺഗ്രസിന്റെ സ്ഥിതി. കോൺഗ്രസിൽ ഐക്യമില്ല. കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ, രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്, ശശി തരൂർ ഞങ്ങളെ പഠിപ്പിച്ച ഒരു ഇംഗ്ലീഷ് വാക്കുണ്ട്, ഫ്ലോക്സിനോസിനി ഹിലിഫിലിഫിക്കേഷൻ. ഈ രാഹുൽ ഗാന്ധി ഒരു ഫ്ലോക്സിനോസിനി ഹിലിഫിലിഫിക്കേഷൻ ആണ്. രാഹുൽ ഗാന്ധി ഒരു മണ്ണിനും ചുണ്ണാമ്പിനും കൊള്ളാത്ത നേതാവാണ്. ആ നേതാവിന് വേണ്ടി ഇവിടെ ഒരു MPയെ സൃഷ്ടിക്കേണ്ടതുണ്ടോ എന്ന് തിരുവനന്തപുരത്തെ സാധാരണക്കാർ ചിന്തിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ കഥ കഴിഞ്ഞു. അത് ഒരു വിദേശി ഉണ്ടാക്കിയതാണ്. ഇപ്പോൾ ഒരു വിദേശി തന്നെ ആ കോൺഗ്രസ് ഭരിച്ചുവിടുമെന്നാണ് തോന്നുന്നത്. പ്രിയപ്പെട്ടവരെ, ആ രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിന്റെ, അവരെ ഇന്ത്യ മുന്നണിയുടെ ദയനീയമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഞാൻ ചുരുക്കുന്നു, പ്രിയപ്പെട്ടവരെ, നരേന്ദ്രമോദി ഇവിടെ വരാൻ പോവുകയാണ്. അദ്ദേഹത്തിന് കൈ ഉയർത്താൻ വരുന്ന ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ഈ തിരുവനന്തപുരത്ത് ഉൾപ്പെടെ MPമാരുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.